ഓക്കെ ഫൈൻ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വളരെ സംക്ഷിപ്തമായിട്ട് അതേസമയം വളരെ സിമ്പിൾ മലയാളത്തിൽ ഈ ഡൗൺ സിൻഡ്രോമിൽ കാണുന്ന ഹൃദ്രോഗത്തെ പറ്റി സംസാരിക്കാം. ഞാനിത് കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്തത്. കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് എന്ന് പറയുമ്പോൾ ജന്മനാലെ ഉള്ള അസുഖങ്ങൾ എന്നാണ്. പക്ഷെ അവസാനത്തെ 1-2 സ്ലൈഡ്സിൽ ഞാൻ ജനിച്ച പിന്നെയും ചില അസുഖങ്ങൾ പിടിപെടാം, അതിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇതിൽ 1-2 ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഈ 1000 നോർമൽ കുട്ടികൾ ജനിച്ചാൽ അതിലൊരു 8 പേർക്ക്, അതായത് 0.8% ആൾക്കാർക്കാണ്, കുട്ടികൾക്കാണ് ഹാർട്ട് ഡിസീസിൽ എന്തെങ്കിലും വൈകല്യം ഉണ്ടാകുന്നത്. പക്ഷെ ഡൗൺ സിൻഡ്രോമില് 3-1 കുട്ടിക്ക് ഇത് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിൽ തന്നെ ഈ ഹാർട്ട് ഡിസീസസിൽ തന്നെ പല ടൈപ്സ് ഉണ്ട്. നമ്മൾ എസൈനോട്ടിക്, സൈനോട്ടിക് എന്നും പറയും. എസൈനോട്ടിക് എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾക്ക് കുറച്ചൊരു നീല നിറം ഉണ്ടാവും, അതിനാണ് എ സൈനോട്ടിക്. സൈനോസിസ് എന്ന് പറഞ്ഞാൽ നീല നിറം, എ സൈനോട്ടിക് എന്ന് പറഞ്ഞാൽ നീല നിറം ഇല്ലാത്തത്. പിന്നെ സൈനോട്ടിക് എന്ന് പറയുമ്പോൾ നീല നിറം ഉള്ളത്. ഈ നീല നിറം ഇല്ലാത്തതിൽ തന്നെ ചിലതില് ഒരു ദ്വാരം ഉണ്ടാവും ഹാർട്ടിന്റെ നടുക്കുള്ള ഭിത്തിയിൽ. ഞാൻ ചിത്രങ്ങൾ കാണിക്കുമ്പോൾ മനസ്സിലാവും. അത് ഉള്ളവർ എസൈനോട്ടിക് ലെഫ്റ്റ് റൈറ്റ് ഷണ്ട്, ജനിച്ച ഉടനെ ഇടത്തെ ഭാഗത്തു നിന്ന് വലത്തെ ഭാഗത്തിലേക്ക് രക്തം കലർക്കും. ചിലത് വാൽവിന്റെ അസുഖങ്ങളൊക്കെ ആയിരിക്കും, അതായത് ഷണ്ട് എന്ന് പറയുന്നത് ഇല്ലാത്തത്. ഷണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തു നിന്ന് ഇടത്തെ ഭാഗത്തു നിന്ന് വലത്തെ ഭാഗത്തിലേക്കോ വലത്തു ഭാഗത്തു നിന്ന് ഇടത്തു ഭാഗത്തിലേക്കോ രക്തം പോകുന്നതാണ് ഷണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിൽ പല ടൈപ്പ് സിംറ്റംസ് ഉണ്ടാവാം. പക്ഷെ അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് സംസാരിക്കാൻ ചിലപ്പോൾ നമുക്ക് സമയം കിട്ടിയില്ല എന്ന് വരും. ചിലര് ഒരു സിംറ്റവും ഉണ്ടാവില്ല, കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നില്ല. ഡോക്ടർ പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയൊരു ശബ്ദ വ്യത്യാസം കാണും. അതിനെ ഞങ്ങൾ മേമർ എന്ന് പറയും. മേമർ എന്ന് പറഞ്ഞാൽ ഈ മർമരം എന്ന് പറയും മലയാളത്തിൽ, മേമർ. അങ്ങനെ ചിലപ്പോൾ കാണും, ചിലപ്പോൾ ഒന്നും കാണില്ല. പക്ഷെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ചെറിയൊരു ദ്വാരമുള്ള പോലെ തോന്നും. അത് ചിലപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാക്കാറില്ല. ഇതിന് ചികിത്സ ചിലപ്പോൾ സർജറി വേണ്ടി വരില്ല. ചില കുട്ടികൾക്ക് ഇത് വളരെ വലുതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ സർജറി വേണ്ടി വന്നേക്കാം. ഇതൊരു നോർമൽ ഹൃദയമാണ്. ഇത് പുറത്തുനിന്ന് കാണുന്നത് ഇങ്ങനെയായിരിക്കും. ഇത് വരച്ച ചിത്രമാണ്, ശരിക്കുള്ള ഹൃദയമല്ല. അത് കട്ട് ചെയ്തിട്ട് മുറിച്ചിട്ട് കാണുന്നതാണ്. ഞാൻ ഇത് കുറച്ച് സമയം എടുത്തത് പറയാം. എന്താന്ന് വെച്ചാൽ ഇത് അറിഞ്ഞാലേ ഞാൻ പറയുന്നതൊക്കെ പിന്നെ മനസ്സിലാവും. ഇത് പുറത്തുനിന്ന് കാണുമ്പോൾ ഹാർട്ടിൽ ഇത് താഴെ ഒരു അറകളുണ്ട്, മുകളിൽ അറകളുണ്ട്. അത് നമുക്ക് ഇങ്ങോട്ടത്തെ ചിത്രത്തിൽ പിന്നെയും നന്നായിട്ട് കാണാം. പക്ഷെ നിങ്ങൾ കാണുന്ന 2 വലിയ ആർട്ടറീസ് അല്ല ധമനികൾ ഹാർട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത് കാണാം. ഇത് ചുവന്ന കളറാ കൊടുത്തിരിക്കുന്നത്. ചുവന്ന കളർ എന്ന് പറഞ്ഞാൽ അതില് ഓക്സിജൻ കൂടുതലുള്ള രക്തം, അതാണ് ഈ ചുവന്ന കളർ. ഇതിന് അയോർട്ട എന്ന് പറയും. ഇതിവിടെ വരുമ്പോൾ അത് അങ്ങനെയാ കാണുന്നത്. ഇത് മുറിച്ചിരിക്കുക. ഇത് പൾമണറി ആർട്ടറി എന്ന് പറയുന്നതാണ്. അത് ലങ്സിലേക്ക് പോകുന്ന രക്തക്കുഴലാണ്. ഇതാണത്. അപ്പൊ ഇത് മുറിച്ച പിന്നെ കാണുന്നതാണ്. ഇത് ഈ അയോർട്ട എന്ന് പറയുന്നതാണ് ഹാർട്ടിൽ നിന്ന് ഓക്സിജൻ കിട്ടിയ രക്തം, ഓക്സിജൻ ഉള്ള രക്തം ദേഹത്തിന്റെ പല ഭാഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആദ്യം മുകളിൽ വരുമ്പോൾ അതൊരു 3 വലിയ രക്തക്കുഴലുകൾ കൊടുക്കും. അതിൽ 2 തന്നെ തലച്ചോറിലേക്കാ പോവുക, പിന്നെ കൈയിലേക്കും 2 കൈകളിലേക്കും. പിന്നെ ഇത് തിരിഞ്ഞിങ്ങനെ താഴോട്ട് വന്നിട്ട് ഇത് അവിടെ എത്തുന്നത് കാണാം. ഇവിടെ കാണാം നിങ്ങൾക്ക്. അത് താഴോട്ട് പോയി പിന്നെ വയറ്, ലിവർ, കിഡ്നീസ്, ഇങ്ങനെ താഴോട്ട്. പിന്നെ താഴെ കാലുകൾ, 2 കാലുകൾ, ഇവിടേക്കൊക്കെ രക്തം കൊടുക്കുന്നത് ഈ അയോർട്ടാണ്. അപ്പൊ അയോർട്ടാണ് ഇവിടുത്തെ ഏറ്റവും വലിയ രക്തക്കുഴല് ബോഡിയിൽ. പൾമണറി ആർട്ടറി എന്ന് പറയുന്നത് ഈ രക്തമൊക്കെ എല്ലാ സ്ഥലത്തും പോയിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ അതിൽ ഓക്സിജൻ കുറഞ്ഞിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുണ്ടാവും. അതുകൊണ്ടാണ് ഇതിനൊരു ചെറിയ നീല നിറം കൊടുത്തിരിക്കുന്നത്. ഈ രക്തമൊക്കെ തിരിച്ചു വരുന്നത് ഈ 2 രക്തക്കുഴൽ കൂടിയാണ്. ഇത് മുകളിൽ നിന്ന് വരുന്നത്, തലയിൽ നിന്നും കൈകളിൽ നിന്നും വരുന്നതും, ഇത് താഴെ നിന്ന് കാലുകളിൽ, വയറ്, ലിവർ, എല്ലാ സ്ഥലത്തു നിന്നും വരുന്നതാണ്. ഇതെല്ലാം കൂടിയിട്ട് ഈ ഒരു വലിയൊരു മുകളിലത്തെ ഭാഗത്തിൽ ഒരു അറയുണ്ട്, അവിടേക്കാണ് വരുന്നത്. ഇതിന് ഏട്രിയം എന്ന് പറയും. ഇത് റൈറ്റ് സൈഡിലുള്ള, ഇത് വലത്ത് ഭാഗത്തുള്ളതാണ്.
ഇത് ഇടത്ത് ഭാഗത്തുള്ളതാണ്. അതേപോലെ അപ്പൊ ഇതിന് റൈറ്റ് ഏട്രിയം എന്ന് പറയും, ഇതിന് ലെഫ്റ്റ് ഏട്രിയം എന്ന് പറയും. ഇവിടെ ഉള്ളത് റൈറ്റ് വെൻട്രിക്കിൾ എന്ന് പറയും, താഴെയുള്ള അറ വെൻട്രിക്കിൾ എന്ന് പറയും. ഇപ്പുറത്ത് താഴെയുള്ളത് ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറയും. ഇത് രണ്ടും തമ്മിൽ നമുക്ക് ഇവിടെ തുണി പോലെ ഒരു തുണിസഞ്ചി പോലെ ഒരു സാധനം കാണാം. ഇതിനാണ് വാൽവ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു വാൽവുണ്ട്, ഇവിടെ ഒരു വാൽവുണ്ട്. ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളിലേക്ക് രക്തം താഴോട്ടാണ് ഒഴുകുക. തിരിച്ചു പോകാതിരിക്കാൻ ഈ വാൽവ് അപ്പൊ തന്നെ അടയ്ക്കും. അതേപോലെ ഇവിടെ മുകളിൽ നിന്ന് താഴോട്ട് രക്തം വരുമ്പോൾ തിരിച്ചു പോകാതിരിക്കാൻ ഇവിടെ ഒരു വാൽവ് ഉണ്ട്. ഇതിന് ട്രൈകസ്പിഡ് വാൽവ് എന്ന് പറയും, ഇവിടെ മൈട്രൽ വാൽവ് എന്ന് പറയും. പിന്നെ ഇവിടെ നിന്ന് പമ്പ് ചെയ്യുന്ന ഇതാണ് ശരിക്കും പമ്പിങ് ചേമ്പേഴ്സ്. ഇത് രണ്ടും റൈറ്റ് സൈഡിൽ നിന്ന് പമ്പ് ചെയ്യുന്നത് മുഴുവൻ ലങ്സിലേക്ക് പോകും, ശ്വാസകോശത്തിലേക്ക്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് പമ്പ് ചെയ്യുന്നത് മുഴുവൻ അയോർട്ട കൂടി ദേഹത്തിന്റെ പല ഭാഗത്തിലേക്ക് സപ്ലൈ ചെയ്യപ്പെടും. ഇവിടുന്ന് ലങ്സിലേക്ക് പോകുന്നതിനും ഈ അയോർട്ട അങ്ങോട്ട് പോകുന്നതിനും ചെറിയ രണ്ട് ഇവിടെ കണ്ട ഒരു ഒരു അർദ്ധചന്ദ്രിക സൈസിലൊരു വാൽവ് കാണാം. ഇതിനാണ് സെമിനൂലാർ വാൽവ്, അല്ലെങ്കിൽ ഇവിടെ ഉള്ളതിന് പൾമണറി വാൽവ് എന്നും, ഇതിലുള്ളത് കാണുന്നില്ല, ഇതിന്റെ ബാക്കിലാണ്, അതുകൊണ്ടാണ് കാണാത്തത്. അതിന് അയോർട്ടിക് വാൽവ് എന്നും പറയും. ഇതാണ് ഹാർട്ടിന്റെ ഒരു ക്വിക്ക് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്ട്രക്ചർ. എനിക്ക് വളരെ സൂക്ഷിച്ച് ഈ ചിത്രം നോക്കിയാൽ ഈ ലെഫ്റ്റ് റൈറ്റ് വെൻട്രിക്കിളിന്റെ നടുക്ക് ഇവിടെ ഒരു ഭിത്തി പോലെ കാണുന്നുണ്ട്. ഇതിന് സെപ്റ്റം എന്ന് പറയും. സെപ്റ്റം എന്ന് പറഞ്ഞാൽ നടുക്ക് നിന്നിട്ട് രണ്ട് സൈഡും ഡിവൈഡ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ്. അതേപോലെ ഈ ഏട്രിയ ഇത് രണ്ടും തമ്മിൽ നടുക്ക് ഒരു സെപ്റ്റം ഉണ്ടാവും. ഇത് ചിത്രത്തിൽ വേറെ ചിത്രത്തിൽ ക്ലിയർ ആയിട്ട് കാണിക്കാം. ഇത് മനസ്സിലായ നമ്മളിപ്പോ ഒരു ഹാർട്ട് മുറിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. അതായത് ഇത് ലെഫ്റ്റ് ഏട്രിയം, ഇത് റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ, റൈറ്റ് വെൻട്രിക്കിൾ. ഈ ഇതാണ് ഞാൻ സെപ്റ്റം എന്ന് പറഞ്ഞത്. വെൻട്രിക്കിളിന്റെ നടുക്കുള്ള സെപ്റ്റം, വെൻട്രിക്കുലാർ സെപ്റ്റം. ഇത് രണ്ട് ഏട്രിയത്തിന്റെ നടുക്കുള്ള സെപ്റ്റം, ഏട്രിയൽ സെപ്റ്റം എന്ന് പറയും. കാരണം ഇത്രയും വിശദമായിട്ട് പറയാൻ കാരണം ഇവിടെ ഒരു ദ്വാരം വരാം ജന്മന, ഇവിടെ ഒരു ദ്വാരം വരാം ജന്മന. ഇവിടെയാണെങ്കിൽ ഇത് വെറുതെ വരച്ച ചിത്രമാണ്, കാർട്ടൂൺ പോലെ. ഇതിൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇതാണ് ഏട്രിയൽ സെപ്റ്റം എന്ന് കാണിക്കുന്നത്, ഇതാണ് വെൻട്രിക്കുലർ സെപ്റ്റം എന്ന് കാണിക്കുന്നത്. ഇത് റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇവിടെ മൈട്രൽ വാൽവ്, ഇവിടെ ട്രൈകസ്പിഡ് വാൽവ്. ഇത് വളരെ സിമ്പിൾ ആണ്, വേഗം ഏത് കുട്ടിക്കും മനസ്സിലാവുന്ന ഒരു വിധത്തിലാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ്. ഇത് ആദ്യത്തെ ഹാർട്ടിന്റെ അകത്ത് ഉണ്ടാവുന്ന ദ്വാരങ്ങളാണ്. ഇതിലാണ് ഷണ്ട് ഉണ്ടാവുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത് ഏട്രിയൽ സെപ്റ്റം, ഇതിലൊരു ദ്വാരം ഇവിടെ ഉണ്ട്. അപ്പൊ ലെഫ്റ്റിൽ നിന്നുള്ള ഇത് ചുവന്ന് കാണിക്കുന്നതൊക്കെ ഓക്സിജൻ ഉള്ള രക്തം, നീല നിറത്തിൽ കാണിക്കുന്നതൊക്കെ ഓക്സിജൻ കുറഞ്ഞ രക്തം. ഓക്സിജൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, കുറഞ്ഞ രക്തം. അപ്പൊ ഇവിടെ ഈ ഹോൾ ഉള്ളത് കൊണ്ട് ഇടത്തെ ഭാഗത്തുള്ള രക്തം വലത്തെ ഭാഗത്തിലേക്ക് വരാം. അപ്പൊ നിങ്ങൾ ചോദിക്കുക അതെന്താ അങ്ങനെ വരുന്നത്, അവനെ വലത്തുന്ന ഇടത്തിലേക്ക് പോയി കൂടെ. കാരണം ഏത് വെള്ളം ഒഴുകുന്ന പോലെ നിങ്ങൾ മുകളിൽ നിന്ന് വെള്ളം ഒഴിച്ചാൽ അത് താഴോട്ടേക്കല്ലേ പോകുള്ളൂ. എവിടുന്ന് പ്രഷർ കൂടുതലുണ്ടോ അവിടെ നിന്ന് പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്കാണ് വെള്ളം പോവുക. അതേപോലെ ലെഫ്റ്റിൽ എപ്പോഴും പ്രഷർ കൂടുതലാണ്. ലെഫ്റ്റ് ഏട്രിയത്തിലും ലെഫ്റ്റ് വെൻട്രിക്കിളിലും ഒക്കെ പ്രഷർ കൂടുതലാണ്. റൈറ്റ് ഏട്രിയത്തിൽ റൈറ്റ് വെൻട്രിക്കിളിലൊക്കെ പ്രഷർ എപ്പോഴും കുറവാണ്. അതുകൊണ്ട് രക്തം എപ്പോഴും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരും. ഇനി ഇവിടെ ഒരു ദ്വാരം ഉണ്ടെങ്കിലും ഇങ്ങോട്ടേക്ക് വരും. ഇതാണ് ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അതിവിടെ പല വിധത്തിൽ ഉണ്ടാവാം. ഇവിടെ ഒന്നുണ്ട്, മുകളത്തെ ഭാഗത്തിൽ ഉണ്ടാവാം, നടുക്കുണ്ടാവാം, അല്ലെങ്കിൽ താഴെ ഉണ്ടാവാം. ചിലപ്പോൾ ഒന്നും കൂടുതൽ 1-2 ഒക്കെ ഉണ്ടാവാം ചില കുട്ടികൾ. ഇതിനാണ് ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യും, നമുക്ക് എങ്ങനെ ഇത് ചികിത്സിക്കാൻ പറ്റും? വളരെ ചെറുതാണെങ്കിൽ ഒന്നും ചെയ്യണ്ട, ചിലപ്പോൾ താഴെ അങ്ങോട്ട് ഒരു 3-4 വയസ്സാകുമ്പോൾ അത് അടഞ്ഞു പോകും. പക്ഷെ വലുതാവുമ്പോൾ നമുക്ക് അത് അടയ്ക്കേണ്ടി വരും. അത് അടയ്ക്കാനുള്ള ഒരു ടെക്നീക്ക് ഇതാ ഇങ്ങനെയുണ്ട്. കുട്ടി വലുതായി കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെറുപ്പത്തിൽ ചെയ്യാൻ പറ്റില്ല. കുട്ടിക്ക് ഒരു 4-5 വയസ്സാവണം. കുട്ടി ഒരു 10-15 കിലോ വെയിറ്റ് വന്നാലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കാലിന്റെ ഒരു ഞരമ്പ് കൂടി ഒരു കത്തീറ്റർ എന്ന് പറഞ്ഞൊരു ട്യൂബ് പോലെ ഒന്ന് ഇടും. അതിന്റെ അറ്റത്ത് ഒരു കുട പോലെ ഒരു സാധനം ഉണ്ട്. അവിടെ കണ്ടോ, ഒരു നമ്മളെ പണ്ടത്തെ ഓലക്കുട പോലെ ഒരു സാധനം. ഈ ഓലക്കുട പോലുള്ള സാധനം ഇങ്ങോട്ട് ഇടും. എന്നിട്ട് പിന്നെ ഇട്ടിട്ട് ഇങ്ങോട്ട് വലിക്കുമ്പോൾ അത് ഇവിടെ വന്നിട്ട് ആ ഹോള് അടയ്ക്കും. അടച്ചു കഴിഞ്ഞാൽ അത് ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചാൽ മതി. സ്ക്രൂ പോലെ ഇത് ഊരിയെടുക്കാം. ഇതങ്ങോട്ട് ഊരിയെടുക്കുക. എന്നിട്ട് അത് ദേഹത്തു നിന്ന് പുറത്തെടുക്കുക.
ഈ കുട അവിടെ നിന്നോളും. ആ ഹോൾ അടഞ്ഞുപോയി. വളരെ എളുപ്പമാണ്. ഒരു ദിവസം 2 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് അടുത്ത ദിവസം വീട്ടിൽ പോവാം. അത്രയും എളുപ്പമാണ്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. എല്ലാ ഹോളും ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഇത്ര ഭംഗിയായിട്ട് ഒരു ദ്വാരം ഉണ്ടാവണമെന്നില്ല. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്കത് ഓപ്പറേറ്റ് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ ഹൃദയം തുറന്ന ശസ്ത്രക്രിയ, ഓപ്പൺ ഹാർട്ട് സർജറി, അത് ചെയ്യേണ്ടി. അതാണ് ഇവിടെ കാണുന്നത്. തുറന്നിട്ട് ഈ ഹോള് കാണുന്നുണ്ടല്ലോ, ഈ ഹോളിൽ ഇവിടെ ഇങ്ങനെ ഒരു പാച്ച് വെക്കും. ഇത് പല മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു പാച്ചാണ്. അത് വെച്ചിട്ട് ഇത് തുന്നി ചേർക്കും. അങ്ങനെ ആ ഹോള് പാച്ച് വെച്ച് അടയ്ക്കുന്നത്, നമ്മൾ ടയറിലൊക്കെ പാച്ച് ചെയ്യുന്നില്ല, അതുപോലെ പാച്ച് വെച്ച് അടയ്ക്കും. അത് ഓപ്പൺ സർജറി. ഇതിനാണ് സർജിക്കൽ പാച്ച് ക്ലോഷർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ വെൻട്രിക്കിളിലേക്ക് വരാം. വെൻട്രിക്കിൾ എന്ന് പറയുന്നത് ഇതാണ് താഴത്തെ ഭാഗം. താഴത്തെ ഭാഗത്തിലുള്ള സെപ്റ്റം, ഇത് വെൻട്രിക്കുലർ സെപ്റ്റം. ഇവിടെയും നിങ്ങൾക്ക് കാണാം ഒരു ദ്വാരം. ഈ ദ്വാരത്തിൽ ഇടത്തുനിന്ന് വലത്തിലേക്ക് രക്തം ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതേപോലെ ഇവിടെ നോക്കാം. ഇത് കുറച്ചും കൂടി ചിത്രമായിട്ട് വരച്ചതാ. ഇതിലും നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. അപ്പൊ എപ്പോഴും രക്തം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാ പോവുക. അപൂർവമായിട്ട് കുറെ ചികിത്സിക്കാതെ വിട്ടാല് ചിലപ്പോൾ റൈറ്റ് സൈഡിലുള്ള പ്രഷർ കൂടാൻ തുടങ്ങും. അപ്പൊ എന്താന്ന് വെച്ചാൽ രക്തം ചിലപ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും പോയിട്ട് ഇവിടെ രണ്ടും കൂടി കലർന്നു വരാം. അങ്ങനെയും വരാം. അപ്പൊ അതാണ് വെൻട്രിക്കുലർ സെപ്റ്റം. ഇതിന്റെ ചികിത്സയും ഏകദേശം ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓപ്പൺ ആയിട്ട് നമുക്ക് സർജറിക്കലായിട്ട് പാച്ച് വെച്ച് ക്ലോസ് ചെയ്യാം. ആൻഡ് ചിലപ്പോൾ നമുക്ക് ഈ ഡിവൈസ് വെച്ച് കുട പോലത്തെ സാധനം വെച്ച് ക്ലോസ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ഒരു ഇത് രണ്ടും ഹാർട്ടിന്റെ അകത്താണ്. ഈ ദ്വാരങ്ങൾ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് ഇവിടെയും ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് ഇവിടെയാണ്. ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ അയോർട്ടാവും ഈ പൾമണറി ഇത് പൾമണറി ആർട്ടറി, ഇത് അയോർട്ട പേര് ഇവിടെ ഉണ്ട്. ഇത് രണ്ടും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവും. അത് ചെറിയ ട്യൂബ് പോലെ ആയിരിക്കും. അതിന് പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസസ് എന്ന് പറയും. നമ്മൾ വേഗം പറയുമ്പോൾ PDA എന്ന് പറയും. അതായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പൊ അതും ഇതുപോലെ ഒരു ഡിവൈസ് വെച്ച് കുട്ടി ഒന്ന് വലുതായി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഈ കാല് കൂടി ഞരമ്പ് കൂടി ഈ ട്യൂബ് കൊണ്ടുപോകും. അതിന്റെ അറ്റത്തൊരു ഡിവൈസ് ഉണ്ട്. അത് അമർത്തിയാൽ മാത്രമേ പുറത്തു വരുള്ളൂ. അത് ഒന്നിനും ഇതുപോലെ ഉണ്ടാവും. ഒരു സ്പ്രിങ് ഇല്ലേ നമ്മുടെ ഇതിലൊക്കെ പെന്നിലൊക്കെ ഉണ്ടാകുന്ന ഒരു സ്പ്രിങ് പോലെ ഒരു സാധനം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ചെറിയൊരു ബാസ്ക്കറ്റ് പോലെ വളരെ ചെറുത് ആയിരിക്കും. ഇത് ഇവിടുന്ന് വലിക്കുമ്പോൾ അത് അവിടെ വന്നിട്ട് ആ ട്യൂബ് അടയ്ക്കും. അടച്ചു കഴിഞ്ഞിട്ട് ഇത് ഊരിയെടുക്കുക സാധാരണ ചെയ്യുന്ന പോലെ. അപ്പൊ ഇത് അവിടെ ഉണ്ടാവും. അതേപോലെ ഈ സ്പ്രിങ്ങും അവിടെ തന്നെ ഉണ്ടാവും. ട്യൂബ് അങ്ങോട്ട് ഊരിയെടുക്കുക. ഇതിനാണ് കത്തീറ്റർ വെച്ചിട്ട് ക്ലോസ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഇവിടെ ഈ ചിത്രത്തിൽ നോക്കിയാൽ ഈ PDA ഇതാണ് അയോർട്ട. ഈ അയോർട്ട ഇതാണ് പൾമണറി ആർട്ടറി. ഇത് രണ്ടിനിടയ്ക്ക് PDA. നിങ്ങൾ കണ്ടാൽ മറ്റേ വലിയ വലിയ ഹോളൊക്കെ നോക്കുമ്പോൾ PDA കുറച്ച് ചെറിയ ഹോളാണ്. അപൂർവമായിട്ട് ചിലപ്പോൾ ഏട്രിയൽ ഡിഫക്റ്റ്, വെൻട്രിക്കുലർ ഡിഫക്റ്റ് എല്ലാം ഒന്നിച്ചുണ്ടാവും. അത് വളരെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണ്. ഓപ്പറേഷനും കഠിനമാണ്. രണ്ട് സൈഡിൽ താഴെ ഒരു ഹോളുണ്ട്, മുകളിൽ ഒരു ഹോളുണ്ട്. ഈ ജംഗ്ഷൻ, അതായത് ഇവിടെ നമ്മളുടെ റോട്ടില് 4 ജംഗ്ഷൻ എന്ന് പറയില്ലേ, അതുപോലെ ഒരു സ്ഥലമാണ്. അവിടെ എല്ലാം തുറന്നു വിട്ടിരിക്കുകയാണ്. അപ്പൊ ഇടത്തുനിന്ന് വലത്തേക്കും വലത്തുനിന്ന് ഇടത്തിലേക്കും ഒക്കെ പോയിക്കൊണ്ടിരിക്കും. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് സൂക്കേടാണ്. ഏട്രിയോ വെൻട്രിക്കുലർ കനാൽ ഡിഫക്ട് രണ്ടും ഓപ്പൺ ആണ്. പിന്നെ നമ്മൾ അങ്ങനെയാണ് ഈ ഷണ്ട് ഒക്കെ ഉള്ളത്. അതായത് ഏട്രിയൽ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്ട്, പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ് ആൻഡ് അപൂർവമായിട്ട് പറയുന്ന ഏട്രിയോ വെൻട്രിക്കുലർ കനാൽ. പിന്നെ വരുന്നത് ഈ വാൽവ് ചുരുങ്ങി പോകലാണ് ജന്മനാൽ. അതിന് സ്റ്റിനോസിസ് എന്ന് പറയും. സ്റ്റിനോസിസ് എന്ന വാക്ക് ചുരുങ്ങി പോവുക എന്നുള്ള അർത്ഥമാണ് ഇത്. അപ്പൊ അയോർട്ടിക് വാൽവ്, അയോർട്ട, ഇതാണ് അയോർട്ട. അയോർട്ടയിലുള്ള വാൽവ് ജന്മനാലെ ഇങ്ങനെ ചെറുതാണ്. സാധാരണ അത് ഇതുപോലെ മുഴുവൻ തുറക്കും. പക്ഷെ അപൂർവമായിട്ട് ഇത് ഇത് തുറക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവാം. കുറച്ച് ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ, വളരെ ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ അടഞ്ഞപ്പോൾ ഇങ്ങനെ ഉണ്ടാവും, തുറന്നാൽ ഇങ്ങനെ ഉണ്ടാവും. നേരെ മറിച്ചിട്ട് വളരെ ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത്രയേ തുറക്കാൻ പറ്റുള്ളൂ ചിലപ്പോൾ. അപ്പൊ ഇവിടെ ഇതും സൈസ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. അപ്പൊ രക്തം ഹാർട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇതും ചിലപ്പോ ബലൂൺ ചികിത്സ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ ബലൂൺ ചികിത്സ കൊണ്ട് ഇത് ചികിത്സിക്കാൻ പറ്റും.
അല്ലെങ്കിൽ ചിലപ്പോൾ ഓപ്പൺ ആയിട്ട് സർജറി വേണ്ടി വരും. അല്ലെങ്കിൽ കുറച്ചും കൂടി വലിയ ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ഇതിന് വാൽവ് മാറ്റിവെക്കൽ സർജറി ചെയ്യും, വാൽവ് റീപ്ലേസ്മെന്റ് സർജറി അയോർട്ടിക് വാൽവ്, അങ്ങനെയും ചെയ്യേണ്ടി വരും. ഇതേപോലെ അയോർട്ടയിൽ ഉണ്ടാവുന്ന പോലെ പൾമണറി വാൽവ്, ഇത് പൾമണറി ആർട്ടറി, പൾമണറി വാൽവിലും ഇതുപോലെ ചുരുങ്ങി പോവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിനും ബലൂൺ ഇട്ടിട്ട് തുറക്കാൻ പറ്റും, ബലൂൺ വാൽവോട്ടമി എന്ന് പറയും. അല്ലെങ്കിൽ അതിനും ഓപ്പൺ ആയിട്ട് സർജറി വേണ്ടി വരാം. വേറെ അപൂർവമായിട്ടൊന്നുള്ളത് ഈ അയോർട്ട എന്ന് പറയുന്നതാണല്ലോ ഈ വലിയ രക്തധമനി, ഇങ്ങനെ പോയിട്ട് തിരിഞ്ഞിട്ട് ഇങ്ങനെ അടിക്കൂടി ഇത് അങ്ങോട്ട് വരുന്നു. ഈ അയോർട്ട ജന്മനാലെ ഒരു സ്ഥലത്തെത്തുമ്പോൾ ഭയങ്കര ചുരുങ്ങി പോയിട്ടുണ്ടാവും, നാരോ ആയിരിക്കും. ഇതിനാണ് ഈ വലിയ വാക്ക് പറയുന്നത്, കോആക്ടേഷൻ എന്ന് പറയുന്നത്. വലിയ വലിയ വാക്കുകളാണ്, ഇവിടെയും കാണാം നിങ്ങൾക്ക് ആ ചിത്രം കാണാം. ഇതാണ് കോആക്ടേഷൻ. അത് ഹാർട്ടിൽ ഇങ്ങനെ ഉണ്ടാവും. ഈ അയോർട്ട ഇങ്ങനെ ഒന്ന് താഴെ പോയി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഒന്ന് വലത്തെ കാലിനും ഒന്ന് ഇടത്തെ കാലിനും ഒക്കെ പോകുന്നതാണ് കാണുന്നത്. കയ്യിലേക്കും പോകണ്ട അയോർട്ട എന്ന്. അപ്പൊ എന്താവും, ഇവിടെ ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ 3 രക്തക്കുഴലിലേക്ക് നല്ല സപ്ലൈ ഉണ്ടാവും, പക്ഷെ താഴോട്ട് സപ്ലൈ കുറവായിരിക്കും അല്ലെ. നമ്മളുടെ പൈപ്പിന്റെ ബാത്റൂമിലേക്ക് വരുന്ന പൈപ്പ് അടഞ്ഞു പോയാൽ അവിടേക്ക് വെള്ളം വരില്ല, പക്ഷെ അടുക്കളയിൽ വരുന്നുണ്ടാവും. അതേപോലെയാണ് ഇവിടെ. അപ്പൊ ഇതിങ്ങനെ ചുരുങ്ങിയിട്ടുണ്ടാവും. പക്ഷെ അതേസമയം ഇവിടെ ചുരുങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇവിടെ എന്താവും, ഇവിടുത്തെ പ്രഷർ വല്ലാതെ കൂടും. അപ്പൊ ഇവിടുത്തെ പ്രഷർ കൂടും, കയ്യിൽ പ്രഷർ കൂടും, തലയിൽ പ്രഷർ കൂടും, കുട്ടിക്ക് തലവേദനയും അതും ഇതും വരും. കുട്ടികൾക്ക് സാധാരണ ഹൈ ബ്ലഡ് പ്രഷർ വരാറില്ല. ഇവിടെ വെച്ചിട്ട് നമ്മൾ ബ്ലഡ് പ്രഷർ കെട്ടിയാൽ കുട്ടികൾക്ക് പ്രഷർ കൂടിയിട്ടുണ്ട്. പക്ഷെ ഇത് അത്ര കോമൺ ആയിട്ട് കാണുന്ന സൂക്കേടല്ല. അതുകൊണ്ട് അതിനെ പറ്റിയിട്ട് കൂടുതൽ നിങ്ങൾ വിശദിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. അതിനും ചികിത്സയുണ്ട്. വളരെ ചെറുപ്പത്തിലാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കാലിൽ കൂടി ഇങ്ങനെ ഒരു ബലൂൺ ഇട്ടിട്ട് ഈ ബലൂൺ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ബലൂൺ വികസിപ്പിച്ചാൽ ഇത് തുറക്കും, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഓപ്പൺ ഹാർട്ട് സർജറി തന്നെ ഇതിന് വേണ്ടി, ഓപ്പൺ ഹാർട്ട് അല്ല ഓപ്പൺ ചെസ്റ്റ് സർജറി എന്നത് അത് വേണ്ടി വരാം. തുറന്നിട്ട് ആ സ്റ്റിനോസ്റ്റ് ഭാഗം ഇത് മുറിച്ചു കളയും. ഇത് മുറിച്ചു കളഞ്ഞിട്ട് ഈ അറ്റവും കൂടിയിട്ട് കണക്ട് ചെയ്തിട്ട് തുന്നി കൂടും, അങ്ങനെയും ചെയ്യാം. ഇതാണ് ഇനി ഞാൻ പറഞ്ഞത് സയനോസ്റ്റ് ഹാർട്ട് ഡിസീസസ്, സയനോട്ടിക് ഹാർട്ട് ഡിസീസസ്. അതായത് കുട്ടീൻ്റെ നിങ്ങൾ കാണുന്ന കൈയിന്റെ അറ്റങ്ങള്, കാലിന്റെ അറ്റങ്ങള്, ഇവിടെ ചുണ്ട്, ഇവിടൊക്കെ ചെറിയൊരു നീല നിറം ഉണ്ടാവും. പ്രത്യേകിച്ച് കുട്ടി കളിക്കുമ്പോൾ കരയുമ്പോൾ ഒക്കെ ഇത് കൂടും. ഇതിനാണ് സയനോസിസ് എന്ന് പറയുന്നത്. സയനോസിസ് എന്ന് പറഞ്ഞാൽ നീല കളർ എന്ന് വിചാരിച്ചാൽ മതി. അതെപ്പോഴാണ് സംഭവിക്കുക, വലത്ത് ഭാഗത്ത് ഓക്സിജൻ കുറഞ്ഞ രക്തം, അതിനാണ് ഈ നീല നിറം കൊടുത്തിരിക്കുന്നത്. ഈ നീല നിറത്തിലുള്ള രക്തമൊക്കെ ഇടത്തെ ഭാഗത്തേക്ക് വന്നാൽ പിന്നെ അത് അയോർട്ടാവ് കൂടി പുറത്തേക്ക് പോയിട്ട് തലച്ചോറിലേക്കും കാലിലേക്കും കയ്യിലേക്കും എല്ലാം പോകും. അപ്പൊ കയ്യിലും കാലിലുള്ള രക്തത്തിന് നല്ല ചുവപ്പായിരിക്കില്ല, ചെറിയൊരു ഇങ്ങനെ ഒരു മിക്സ്ഡ് കളറായിരിക്കും. അതാണ് കുട്ടീൻ്റെ ചുണ്ടിലും കയ്യിലും കാലിലും ഒക്കെ കാണുന്നത്. ഇത് ഒരു ടെട്രോളജി ഓഫ് ഫാലോ എന്ന് പറയുന്ന ഒരു സൂക്കേടാണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാണ് പൾമണറി ആർട്ടറി, ഇത് ചുരുങ്ങിപ്പോയിട്ടുണ്ട്, ഇതിന്റെ വാൽവ് ചുരുങ്ങിപ്പോയിട്ടുണ്ട്. അതേസമയം ഇവിടെ വെൻട്രിക്കുലർ സെപ്റ്റം ഇങ്ങനെ ക്ലോസ് ചെയ്തിരിക്കേണ്ടത് ഇവിടെ തുറന്നു കിടക്കുകയാണ്. അപ്പൊ ഇത് വാൽവ് ചുരുങ്ങിപ്പോയിട്ട് ഈ ഹാർട്ട് ഇങ്ങനെ ജസ്റ്റ് ചുരുങ്ങുമ്പോൾ ഇവിടെയുള്ള രക്തം ഇങ്ങോട്ട് പോകുന്നതിന് പകരം ഇങ്ങോട്ട് ഇടത്തോട്ട് പോയിട്ട് അത് അയോർട്ട കൂടി രക്തം പല ഭാഗത്തേക്ക് പോകും. ഇതാണ് ഈ ടെട്രോളജി ഓഫ് ഫാലോ. ഈ സയനോസ്റ്റ് ഹാർട്ട് ഡിസീസസ്, അതായത് നീല കളർ വരുന്ന ഹാർട്ട് ഡിസീസസിൽ വെച്ച് ഏറ്റവും കോമൺ ആയിട്ടുള്ളതാണ് ഈ ടെട്രോളജി ഓഫ് ഫാലോ എന്ന് പറയുന്നത്. പക്ഷെ അത് തന്നെ അത്ര ഇതായിട്ട് കാണാറുണ്ട് ചിലപ്പോൾ. ഇത് ഓപ്പറേറ്റ് ചെയ്ത് ഇതും ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് എവിടെയും കാണാം നിങ്ങൾക്ക്. ഇവിടെയാണ് ഈ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്ട്, ഇതാണ് പൾമണറി ആർട്ടറിയിലേക്ക് പോകുന്ന വാൽവ്, അവിടെ ചുരുങ്ങിപ്പോയി. അപ്പൊ ഇത് ഓപ്പറേറ്റ് ചെയ്തിട്ട് ഇത് ക്ലോസ് ചെയ്യും. ഇത് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ഇത് വികസിപ്പിച്ചിട്ട് ഇവിടെ വേറെ പാച്ച് വെച്ചിട്ട് ഈ ആർട്ടറി കുറച്ചും കൂടി സൈസ് വലിപ്പം കൂട്ടി തുന്നി, കുറച്ച് മെനക്കെട്ട പണിയാണ്. അതിന് കംപ്ലീറ്റ് കറക്ഷൻ അല്ലെങ്കിൽ ടോട്ടൽ റിപ്പയർ, അത് റിപ്പയർ ചെയ്യുന്ന പോലെ തന്നെയാണ്, അങ്ങനെ പറയാറുണ്ട്. അതിന് സർജറി വേണ്ടി. പിന്നെ അപൂർവമായിട്ട് അവിടെ ഞാൻ നിങ്ങൾക്ക്
ഏട്രിയം, രണ്ട് സെപ്റ്റവും ഏട്രിയൽ സെപ്റ്റം വെൻട്രിക്കുലർ സെപ്റ്റം എല്ലാം കൂടിയിട്ട് ഒരു ഏട്രിയോ വെൻട്രിക്കുലർ കനാൽ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഇവിടെ ട്രങ്കസ് ആർട്ടീരിയോസിസ് ഇത് അപൂർവമാണ്, അത്ര കോമൺ ആയിട്ട് കാണാറില്ല. അയോർട്ട വേറെ, പൾമണറി ആർട്ടറി വേറെ കാണുന്ന എല്ലാം. ഇവിടെ അയോർട്ടാവും പൾമണറി ആർട്ടറി എല്ലാം കൂടി ഒറ്റ ഒരു ട്യൂബായിട്ടാണ് കാണുന്നത്, വലിയ ഒരു ട്യൂബ്. അതായത് അയോർട്ടാവും പൾമണറി ആർട്ടറി തമ്മിൽ ഒരു സെപ്പറേഷൻ ഇല്ല. അങ്ങനെ വരുമ്പോൾ രണ്ട് സൈഡിൽ നിന്നും, റൈറ്റ് സൈഡിൽ നിന്നുള്ള ബ്ലഡും ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ബ്ലഡും എല്ലാം ഒറ്റ അടുക്കി പോയിട്ട് ബോഡി മുഴുവൻ കിട്ടുന്ന രക്തം എല്ലാം കലർന്ന രക്തമായിരിക്കും, മിക്സ്ഡ് രക്തം. അതായത് റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിൽ നിന്നും എല്ലാം കൂടി മിക്സ്. ഇതൊക്കെ മേജർ സർജറി വേണ്ടി വരുന്ന കേസസ് ആണ്. ഇനിയിപ്പോ ഇത്രയും ഞാൻ കുറച്ച് അനാറ്റമി പറഞ്ഞതാണ്, സൂക്കേടിന്റെ വിവരങ്ങൾ. പക്ഷെ നമ്മൾ അറിയേണ്ടത് ഇതൊക്കെ അവസാനമായിട്ട് വളരെ മിക്ക കുട്ടികൾക്കും ചെറിയ ഇതേ ഉണ്ടാവുള്ളൂ, ചെറിയ ഹോൾ ഉണ്ടാവും. ഈ ചെറിയ ഹോള് പലതും 3-4 വയസ്സാവുമ്പോൾ താനെ അങ്ങോട്ട് അടങ്ങി. അതിനാണ് നിങ്ങളുടെ തന്നെ ചിലർ കണ്ടിട്ടുണ്ടാവും, കുട്ടികൾ വരുമ്പോൾ ഒരു 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ അടുത്ത വർഷം ചെയ്യാന്ന് എക്കോ ചെയ്യാന്ന് പറയും. എക്കോയിൽ നമ്മൾ ഇതിന്റെ സൈസ് മെഷർ ചെയ്തിട്ട് അവിടെ വെക്കും. അപ്പൊ എല്ലാ കൊല്ലോ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴോ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം ഇത് ചുരുങ്ങി മറ്റേ ഹോള് അടഞ്ഞു പോകുന്നുണ്ടോ. വെൻട്രിക്കുലർ സെപ്റ്റം ഡിഫക്റ്റ് എന്ന് പറയുന്നത് 10-50% അടഞ്ഞു പോകാറുണ്ട് ചെറുതാണെങ്കിൽ. പക്ഷെ ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റിലും ഒരു 30% ഒക്കെ അടഞ്ഞു പോകാറുണ്ട്. പക്ഷെ പറയാൻ പറ്റില്ല. അടഞ്ഞു പോയില്ലെങ്കിൽ ഒരു 4-5 വയസ്സും ആയിട്ടും പോയില്ലെങ്കിൽ മാത്രമേ അത് അടച്ച് എന്തെങ്കിലും മെത്തേഡിൽ അത് അടയ്ക്കണമെന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. ചിലപ്പോൾ ഇത് വളരെ വലിയൊരു ഹോളാണ്, എന്ത് ചെയ്താലും അടയില്ല എന്ന് വെച്ചാൽ ചിലപ്പോൾ ചെറുപ്പം മുതൽക്ക് തന്നെ കുട്ടിക്ക് ഹാർട്ട് ഫെയിലിയർ വരാം. ഈ ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഹാർട്ട് ബോഡിയിൽ എല്ലാ സ്ഥലത്തും ഓക്സിജൻ ആവശ്യമുണ്ട്. ഓക്സിജൻ മാത്രമല്ല, ഹാർട്ട് അവിടത്തേക്ക് ഗ്ലൂക്കോസും വൈറ്റമിൻസും എല്ലാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ദഹിച്ചിട്ട് അത് ദ്രവരൂപത്തിൽ എല്ലാ ബോഡിയിലെ ലിവറിനും തലച്ചോറിനും എല്ലാം എത്തിക്കേണ്ടത് രക്തത്തിന്റെ കടമയാണ്. അത് പമ്പ് ചെയ്യേണ്ടത് ഹാർട്ടിന്റെ ജോലിയാണ്. അപ്പൊ ഹാർട്ട് ഇത് പമ്പ് ചെയ്ത് എല്ലാ സ്ഥലത്തേക്കും എത്തിക്കാൻ പറ്റാതെ വരുന്നത് ഹാർട്ട് വീക്കായി പോയിട്ട് ഹാർട്ട് ഫെയിൽ ചെയ്യും, തോറ്റുപോകും സത്യം പറയുന്നത്. അപ്പൊ ഹാർട്ട് നല്ല സ്ട്രോങ് ആയിട്ട് പമ്പ് ചെയ്യുന്നതിന് പകരം വീക്കായി പോകുന്നത്, അതാണ് ഹാർട്ട് ഫെയിലിയർ. ഇതെന്താണ് ഇതിന്റെ സിംറ്റംസ്? അത് ഞാൻ ഓരോന്നായിട്ട് പറയാം. ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, അത്രേ ഉള്ളൂ. മിക്കവാറും ഡോക്ടർമാർ ഇത് ഡയഗ്നോസ് ചെയ്യും. പക്ഷെ ചിലപ്പോൾ വീട്ടിലെ കുട്ടികൾക്ക് ഇങ്ങനെ വന്നാൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇതൊക്കെ ചികിത്സിക്കാവുന്ന സൂക്കേടുകൾ. ശ്വാസം മുട്ടൽ, ചെറിയ കുട്ടിക്ക് 3 മാസവും 2 മാസവും ഒക്കെ പ്രായമുള്ള കുട്ടി, അല്ലെങ്കിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ കുട്ടിക്ക് ശ്വാസം മുട്ടൽ പറയാൻ പറ്റില്ല. അപ്പൊ എന്താ അറിയാം, പാല് കുടിക്കുമ്പോൾ കുട്ടി ഇടയ്ക്കിടയ്ക്ക് നിർത്തി കുടിക്കുന്നുണ്ടാവും. 2-3 പ്രാവശ്യം കുടിച്ചിട്ട് വേഗം നിർത്തിയിട്ട് വായി തുറന്ന് കുറച്ച് ശ്വാസം എടുത്തിട്ട് പിന്നെയും കുടിക്കും. ഹാർട്ടിന്റെ റെസ്പിറേറ്ററി റേറ്റ്, അതായത് ശ്വാസം എടുക്കുന്ന റേറ്റ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. നെറ്റിയിൽ നല്ല സ്വെറ്റിങ് വരും, നെറ്റിയിൽ വേർപ്പ്. അതായത് ഇങ്ങനെ സക്ക് ചെയ്ത് കുടിക്കുന്ന സമയത്ത് വേർപ്പ് കൂടും. കാരണം അത് വല്ലാത്തൊരു ജോലിയാണ് ആ കുട്ടിക്ക്. കാരണം ഹാർട്ട് വർക്ക് ചെയ്യുന്നില്ല, സാധാരണ വർക്ക് ചെയ്യുന്നതിന്റെ ഇരട്ടി പണിയാണ് ഹാർട്ടിന്. അതുകൊണ്ടാണ് കുട്ടി കരയാൻ തുടങ്ങിയാൽ കിടക്ക് കുട്ടി ചിലപ്പോൾ കരയും. അതായത് ഈ ഹാർട്ട് ഫെയിൽ ചെയ്യുമ്പോൾ ലങ്സിലൊക്കെ നീര് വരാൻ സാധ്യതയുണ്ട്. ലങ്സിൽ നീര് വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് ശ്വാസം മുട്ടും, പക്ഷെ അത് പറയാൻ അറിയില്ല. കുട്ടി കരയും. കുട്ടി കരഞ്ഞെടുത്തിട്ട് നമ്മൾ തോളത്ത് ഇട്ടിട്ട് കുട്ടീനെ ഒന്ന് സാന്ത്വനിപ്പിച്ചാൽ കരച്ചിലൊക്കെ നിൽക്കും. നമ്മൾ രണ്ടാമതും താഴോട്ട് കിടത്തിയാൽ പിന്നെയും കരയാൻ തുടങ്ങും. പക്ഷെ അതിന്റെ അർത്ഥം കരയുന്ന കുട്ടികളെല്ലാം ഹാർട്ട് ഫെയിലിയർ ഉണ്ടെന്ന് വിചാരിക്കരുത്. ചില കുട്ടികൾ വാശി കൊണ്ട് കരയുന്നതായിരിക്കാം, അല്ലെങ്കിൽ വിശന്നിട്ട് കരയുന്നതായിരിക്കാം. അപ്പൊ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചുമ കുറച്ച് വലുതാവുമ്പോഴും രാത്രി കിടന്നിട്ട് ഇങ്ങനെ ചുമക്കുകയായിരിക്കും കുട്ടി. പകൽ സമയത്ത് എണീറ്റ് നടക്കാനൊക്കെ തുടങ്ങിയ കുട്ടികളാണെങ്കിൽ ചുമയുണ്ടാവില്ല. കാരണം ഈ കിടക്കുമ്പോഴാണ് ലങ്സിലേക്കുള്ള രക്തോട്ടവും ലങ്സിലെ നീര് കെട്ടുന്നതൊക്കെ ജാസ്തിയാവും. നമ്മൾ അതിന് നൊക്ടേണൽ ഡിസ്നിയ എന്ന് പറയും. പേരുകൾ സാരമില്ല, അതിനെപ്പറ്റി ഓർക്കണ്ട. അപ്പൊ രാത്രി കിടക്കുമ്പോൾ ചുമക്കും, എണീറ്റിരുന്നാൽ ചുമ പോകും. അത് ഒരു സൈനാണ്. പക്ഷെ അതേസമയം ചുമക്കുന്ന കുട്ടികൾക്കെല്ലാം ഹാർട്ട് ഫെയിലിയർ ആണെന്ന് വിചാരിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ലങ്സിലെ ഇൻഫെക്ഷൻ വരാം. ചിലർക്ക് ന്യൂമോണിയ ആയിട്ട് വരാം, ചിലർക്ക് ബ്രോങ്കൈറ്റിസ് ആയിട്ട് വരാം,
ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർ വന്നിട്ട് ഒരു ചുമ ചികിത്സിച്ച് മാറ്റുമ്പോഴത്തേക്ക് അടുത്ത ചുമ വരും. അപ്പൊ അതൊക്കെ നമ്മൾ സംശയത്തിന്റെ പേരിൽ ഡോക്ടറെ കാണിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ ഹാർട്ട് ഫെയിലിയർ ഉള്ള കുട്ടികളുടെ മൂത്രം കുറവായിരിക്കും. അത് ചില അമ്മമാരെ നോട്ട് ചെയ്യും. നമ്മൾ 4-5 പ്രാവശ്യം ഡയപ്പർ മാറ്റുന്നുണ്ട് ഡെയിലി, പക്ഷെ ഇപ്പൊ കുട്ടിക്ക് 2 പ്രാവശ്യം ഡയപ്പർ മാറ്റുന്നുള്ളൂ, മൂത്രമേ ഒഴിക്കുന്നില്ല എന്നൊക്കെ പറയും. അപ്പോഴാണ് മനസ്സിലാക്കേണ്ടത് യൂറിന് കുറവാണ്. മുഖത്ത് ചിലപ്പോൾ നീര് വരും. കുറച്ചും കൂടി വലിയ കുട്ടികളാണെങ്കിൽ മുഖത്ത്, പ്രത്യേകിച്ച് കണ്ണിന് ചുറ്റിയിട്ട് ഓളകളിലൊക്കെ നീര് കാണാം, കാലിന് നീര് വരാം. ഇതൊക്കെ വലിയ ആൾക്കാരിൽ സാധാരണ മുഖത്ത് നീരും കാലിന് നീരൊക്കെ കാണുമ്പോൾ നമ്മളിത് വിചാരിക്കാറുണ്ട് ഹാർട്ട് ഫെയിലിയർ ഉണ്ടെങ്കിൽ ഇങ്ങനെ വരാം. അപ്പൊ ഇതും വരാൻ സാധിക്കും. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ ഹാർട്ട് ഡിസീസ്, പ്രത്യേകിച്ച് കൺജന്റൽ ഹാർട്ട് ഡിസീസ് ഉള്ള കുട്ടീനെ എങ്ങനെയാ നോക്കേണ്ടത്, എന്തൊക്കെ ശ്രദ്ധിക്കണം. ഇതെന്റെ ചില പോയിന്റ്സ് ഞാൻ എഴുതിയതേ ഉള്ളൂ. അതായത് നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ നഴ്സുമാർ ചെയ്യുന്ന ജോലിയല്ല, അതല്ല ഉദ്ദേശിക്കുന്നത്. കുട്ടീനെ എന്താ നോക്കുക, പരിചരിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അമ്മമാരെ അറിയേണ്ട കാര്യമാണത്, അല്ലാതെ നഴ്സുമാർ ചെയ്യുന്നതല്ല നഴ്സിംഗ്. അമ്മമാരും കുട്ടികളെ നോക്കുന്നവര് ആരായാലും. ഇത്ത കുട്ടിക്ക് ശ്വാസം മുട്ടൽ പോലെയോ എന്തെങ്കിലും, അല്ല കുട്ടി ശ്വാസം എടുക്കാനും കുളഞ്ഞ് കളിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാല് ഒന്ന് തല പൊക്കി വെച്ചിട്ട് അല്ലെങ്കിൽ തോളിലിട്ട് കഴിഞ്ഞാല് ഭേദം. രണ്ടാമത്, ഒരിക്കലും കുട്ടിക്ക് ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ് ഇടരുത്. ടൈറ്റ് ടീഷർട്ട്, അതേസമയം അരയിൽ കെട്ടുന്ന ഇതുണ്ടല്ലോ ക്ലോത്ത്സ്, പാവാട പോലെ സാധനങ്ങൾ, അതൊന്നും ടൈറ്റ് ആയിട്ട് ഇടരുത്. ഡയപ്പർ പോലും കുറച്ച് ലൂസാക്കി ഇടരുത്. രണ്ടാമത്, ഭക്ഷണം കൊടുക്കുമ്പോൾ വളരെ സ്ലോ ആയിട്ട് കൊടുത്താൽ തിരക്ക് കൂട്ടി ഭക്ഷണം കൊടുക്കുമ്പോൾ കുട്ടി എപ്പോഴും കുറച്ച് തല പൊക്കി വെച്ചിട്ടുള്ള പൊസിഷനിൽ വേണം ഭക്ഷണം കൊടുക്കാൻ. ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നതാണ് കുറച്ചും കൂടി ഉത്തമം. എന്താന്ന് വെച്ചാൽ ഒന്നിച്ചു കൊടുത്ത് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് ശ്വാസം മുട്ടൽ പോകും. പിന്നെ ചുമ, ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ഇൻഫെക്ഷൻസും കുട്ടികൾക്ക് വരാൻ സാധ്യത. ലങ്സിന്റെ വരാൻ സാധ്യതയുണ്ട്. ലങ്സിന്റെ മാത്രമല്ല, എന്ത് ഇൻഫെക്ഷൻ വന്നാലും കുട്ടിക്ക് പനിക്കും. പനി വന്നു കഴിഞ്ഞാൽ ശ്വാസം മുട്ടൽ കൂടും. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. രണ്ടാമത്, കുട്ടീനെ, ചെറിയ കുട്ടിയാണെങ്കിൽ, പ്രത്യേകിച്ച് ജനിച്ച നിയോനേറ്റ്, ന്യൂ ബോൺ ഒക്കെ ആണെങ്കിൽ എപ്പോ ഈ ഹാർട്ടിന്റെ അസുഖം, ആരോ ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ആരെയോ സൗണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? മ്യൂട്ട് ചെയ്തു. അതായത് ഈ ഹാൻഡ് വാഷിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ, കുട്ടിക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി കുട്ടീനെ ആരെങ്കിലും നോക്കുകയാണെങ്കിലോ എടുക്കുകയാണെങ്കിൽ പോലും കൈ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ടോ അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിച്ച് പിന്നെ എടുക്കാൻ പാടില്ല. കാരണം ചെറിയ കുട്ടി വീട്ടിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ കുറെ പേരൊക്കെ കാണാൻ വരും. ഇന്നത്തെ കാലത്ത് അത്ര ഇല്ലെങ്കിലും പണ്ട് വരാറുണ്ട്. എല്ലാവരും അവരുടെ മടിയിൽ കുട്ടീനെ വെച്ചിട്ട് കുറച്ച് ലാളിച്ചിട്ടൊക്കെ പോകും. പക്ഷെ അതിലൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ആ കുട്ടികളെ നോക്കുന്നതിന് മുമ്പ് അവരറിഞ്ഞിരിക്കണം കൈയൊന്ന് കഴുകിയിട്ടോ അല്ലെങ്കിൽ വൃത്തിയായിട്ട് വേണം കുട്ടീനെ എടുക്കാനൊക്കെ. പിന്നെ ഇമ്മ്യൂണൈസേഷൻ എന്തായാലും എല്ലാ കുത്തിവയ്പ്പും കുട്ടിക്ക് റെഗുലറായിട്ട് ചെയ്യും. ഒരു കുത്തിവയ്പ്പും മുടക്കാൻ പാടില്ല. പിന്നെ കുട്ടി വലുതായി ഓടാനൊക്കെ തുടങ്ങിയാൽ കൂടുതൽ ഈ ഓടിക്കളിക്കാനൊന്നും സമ്മതിക്കരുത്. അതേസമയം ഓടാൻ പാടില്ല എന്നും പറയരുത്. പിന്നെ ചെറിയ കുട്ടികളാണെങ്കിൽ കരയാൻ കൂടുതൽ സമ്മതിക്കും. കാരണം കൂടുതൽ കരയും തോറും ശ്വാസം മുട്ടൽ പോകും. പിന്നെ കുട്ടികൾക്ക് വയറ്റുന്ന് ശരിക്കും പോകണം. വയറ്റുന്ന് പോയില്ലെങ്കിൽ മലബന്ധം ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടി മുക്കാൻ തുടങ്ങും. വല്ലാതെ മുക്കുമ്പോഴും ശ്വാസം മുട്ടൽ വരാൻ, പ്രത്യേകിച്ച് ഹാർട്ട് ഫെയിലിയർ ഉള്ള കുട്ടികൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഹാർട്ട് ഫെയിലിയറിന് ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞ പോലെ എന്തെങ്കിലും നെറ്റിയിൽ വയർപ്പ്, ശ്വാസം മുട്ടൽ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടോ ശ്രദ്ധിക്കുക. പിന്നെ ഇതൊക്കെ അച്ഛനും അമ്മയും വീട്ടിലുള്ളവരും കുട്ടീനെ നോക്കുന്നവരൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ ഹാർട്ടിന്റെ അസുഖം എന്താണ്, അതായത് അത് ഹോളാണോ, ഇടത്ത് ഭാഗത്തു നിന്ന് രക്തം പോകുന്ന വലത്ത് ഭാഗത്തേക്കാണ്, ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. പിന്നെ കുട്ടീനെ നിങ്ങൾക്ക് സൂക്കേടുണ്ട്, നീ ഓടല്ലേ, നാടല്ലേ, നടക്കല്ലേ എന്നൊന്നും പറയരുത്. കുട്ടീനെ നോർമലായിട്ട് തന്നെ ചികിത്സിക്കുക. പക്ഷെ അതേ ട്രീറ്റ് ചെയ്യുക നമ്മുടെ വീട്ടിലെ എല്ലാ കുട്ടികളെ പോലെ. പക്ഷെ അതേസമയം ഈ കളിക്കുന്നതും പലതും ചിലപ്പോൾ കൺട്രോൾ ചെയ്യുന്നു. ഇനിയിപ്പോ ഇത് പറഞ്ഞ പിന്നെ ഞാൻ കുട്ടികൾക്ക് വരാവുന്ന വേറെ ചില സൂക്കേടുകളെ പറ്റി ക്വിക്കായിട്ടൊന്നും പറയാം. ജസ്റ്റ് രണ്ടോ മൂന്നോ സ്ലൈഡേ ഉള്ളൂ. ഒന്ന്, ഈ റുമാറ്റിക് ഹാർട്ട് ഡിസീസ്, രക്തവാതം കൊണ്ടുവരുന്ന ഹാർട്ട് സൂക്കേട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇത് പലർക്കും. ഇത് 5 വയസ്സ് കഴിഞ്ഞിട്ടേ സാധാരണ വരാറുള്ളൂ.
സാധാരണ തൊണ്ടവേദന വന്നിട്ട് 3-4 ആഴ്ച കഴിയുമ്പോഴാണ് ഇത് വരിക. സിംറ്റംസ് എന്താന്ന് വെച്ചാൽ മെയിനായിട്ട് ജോയിന്റ് പെയിന്, മുട്ടുവേദന, കാലുവേദന. ചിലപ്പോൾ പറയും കൈയിന്റെ മുട്ടിന് വേദന എന്ന്, നാളെ പറയും കാലിന്റെ മുട്ടിലെ വേദന. ഇവിടുന്ന് അങ്ങ് മാറി താഴോട്ട് പോയി, കാലിൽ പോയി. പനി ഉണ്ടാവും ഇതിന്റെ കൂടെ. പക്ഷെ എന്താവും, ഒരു 10 ദിവസം ആകുമ്പോൾ ഇത് കംപ്ലീറ്റ് അങ്ങ് മാറിപ്പോകും. അപ്പൊ നമ്മൾ വിചാരിക്കുമോ എല്ലാം ശരിയായി. പക്ഷെ അത് ഹാർട്ടിനെയും ബാധിച്ചിട്ടുണ്ടാവും. അത് നമ്മൾ എപ്പോഴറിയില്ല, കുറച്ച് കഴിയുമ്പോഴാണ് ഇത് ഹാർട്ടിന്റെ വാൽവിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അതിൽ പ്രത്യേകിച്ച് മൈട്രൽ വാൽവ്, അയോർട്ടിക് വാൽവ്, ഈ 2 വാൽവിനെ ബാധിച്ചു എന്നുണ്ട്. അതിനെ ബാധിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ കൂടുന്നത്. ഈ വാൽവ് ചുരുങ്ങിപ്പോവും. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു, സ്റ്റിനോസിസ് എന്ന് പറഞ്ഞാല് വാൽവ് ചുരുങ്ങിപ്പോവുക. അത് ജന്മനാലെ ഉണ്ടായതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അയോർട്ടിക് സ്റ്റിനോസിസ്, പൾമണറി സ്റ്റിനോസിസ്. ഇത് റുമാറ്റിക് ഫീവർ കൊണ്ടും ഇങ്ങനെ വരാം, ചുരുങ്ങിപ്പോവുക. ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ വാൽവ് കംപ്ലീറ്റ് ഡാമേജ് ആയി പോവാം. അപ്പൊ ആകുമ്പോൾ അത് ചുരുങ്ങല്ല, ലീക്ക് ചെയ്യും. അതായത് രക്തം, ഞാൻ പറഞ്ഞല്ലോ, മുകളിലത്തെ അറയിൽ നിന്ന് താഴത്തെ അറയിലേക്ക് വരും. തിരിച്ചു പോകാൻ നോക്കുമ്പോൾ വാൽവ് അടഞ്ഞു പോകും. പക്ഷെ വാൽവ് കേട് വന്നാൽ അത് തിരിച്ചു പോകാൻ പറ്റില്ല. അതിനാണ് റീഗർജിറ്റേഷൻ എന്ന് പറയുന്നത്. മൈട്രൽ വാൽവിന്, അയോർട്ടിക് വാൽവിനൊക്കെ ഇത് സംഭവിക്കും. പിന്നെ ഇത് കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞ് ചിലപ്പോൾ വരാം. കുട്ടിക്ക് 5 വയസ്സിലോ 8 വയസ്സിലോ ഒക്കെ റുമാറ്റിക് ഫീവർ വന്നാലും ഒരു 10-20 വയസ്സാകുമ്പോഴാണ് അറിയുക ഈ ഹാർട്ടിന് വാൽവിനെ ബാധിച്ചിട്ടുണ്ട്. ഉടനെ അറിയില്ല. ഈ വാൽവ് ഡിസീസ് സൂക്കേട് വന്നു കഴിഞ്ഞാൽ ശ്വാസം മുട്ടല്, വെയിറ്റ് കുറയുക, ഹാർട്ട് ഫെയിലിയർ അപൂർവമായിട്ട് വളരെ കൂടുതലാകുമ്പോൾ ഹാർട്ട് ഫെയിലിയറും വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതിന് നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക? എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുട്ടിക്ക് ഈ സോർ ത്രോട്ട്, അതായത് തൊണ്ടവേദന, തൊണ്ടയിൽ ഇൻഫെക്ഷൻ ഒക്കെ വന്നാൽ അത്യാവശ്യം പീഡിയാട്രീഷ്യനെ കാണിച്ച് ആന്റിബയോട്ടിക് കൊടുക്കണം. പിന്നെ ടോൺസിലൈറ്റിസ് വളരെ കോമൺ ആണ് കുട്ടികൾ, പ്രത്യേകിച്ച് വീട്ടില് ഒരു 4-5 വയസ്സ് വരെ വളർന്നിട്ട് നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ, നഴ്സറി ക്ലാസ്സിലേക്ക് പറഞ്ഞയക്കുമ്പോൾ കുറെ കുട്ടികളുടെ കൂടെ ഇവർ കളിച്ച് നടക്കുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോഴാണ് ഈ ത്രോട്ട് ഇൻഫെക്ഷൻസ് ഒക്കെ വരിക. വേറൊരു കുട്ടിക്ക് ഒരു ചുമയുണ്ടെങ്കിൽ ആ കുട്ടീന്റെ ചുമ വേറെ കുട്ടികൾക്ക് വരാൻ സാധ്യത. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ ത്രോട്ടൊക്കെ വന്നാലേ അത് വെറും ത്രോട്ട് പെയിൻ ആണ്, 2 ദിവസത്തിൽ മാറിക്കോളുമെന്ന് നമ്മളത് നിസ്സാരമായിട്ട് എടുക്കരുത്. കുട്ടീനെ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കും. അല്ല, വളരെ കൂടുതലായി സ്റ്റിനോസിസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന് വാൽവ് സർജറിയോ വാൽവ് മാറ്റി വയ്ക്കലോ അങ്ങനെ പലതും വേണ്ടി വരാം. പക്ഷെ നമ്മൾ ആദ്യം തന്നെ അറിഞ്ഞ് അത് ചികിത്സിക്കുക വേണം. പിന്നെയുള്ളത് വേറെ അപൂർവമായിട്ടുള്ളത് മയോകാർഡൈറ്റിസ് ആൻഡ് കാർഡിയോമയോപ്പതി. ഈ 2 കാര്യങ്ങൾ. മയോകാർഡൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടില് ഇൻഫെക്ഷൻ വരിക. കാർഡിയോമയോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് മസിൽ താഴെ അങ്ങ് വീക്കാവുക. അതിന് പലർക്കും കാരണം അറിയില്ല. ഏറ്റവും പ്രധാനം അറിയേണ്ടത് ഡിഫ്തീരിയ എന്നൊരു സൂക്കേടുണ്ട്, നിങ്ങൾക്കറിയാം. അതും ത്രോട്ട് എഫക്ട് ചെയ്യുന്നതാണ്. അത് മയോകാർഡൈറ്റിസ് ഉണ്ടാക്കാം. അത് വളരെ ഡേഞ്ചറസ് ആണ്. ചിലപ്പോൾ ജീവന് തന്നെ അപകടം സംഭവിച്ചേക്കാം. അത് വരാതിരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. കുട്ടിക്ക് ചെറുപ്പത്തിൽ തന്നെ DPT, DT ഇഞ്ചക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഡിഫ്തീരിയക്ക് അഗൈൻസ്റ്റ്. അത് കൊടുക്കുന്നത് മസ്റ്റ് ആണ്. ഒരിക്കലും കുട്ടിക്ക് അത് കൊടുക്കാതെ ഇരിക്കരുത്. കാരണം ഒരിക്കലും ഡിഫ്തീരിയ വന്ന പിന്നെ ചികിത്സ ചെയ്താലും ചിലപ്പോൾ രക്ഷപ്പെടില്ല. വേറെ അസുഖങ്ങൾ, വേറെ പല ഇൻഫെക്ഷൻസ് മയോകാർഡൈറ്റിസ് ഉണ്ടാക്കാം. പിന്നെ വൈറസ് ഉണ്ടാക്കാം, ബാക്ടീരിയ, അതല്ലാത്ത വേറെ പല ചെറിയ അണുക്കൾ ഇതുണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാർഡിയോമയോപ്പതി എന്ന് പറയുന്നത് അത് അപൂർവമായിട്ടൊക്കെ കാണുന്നതാണ്. കാരണം തന്നെ ചിലപ്പോൾ അറിയില്ല. ഹാർട്ട് മസിൽ വല്ലാതെ പെട്ടെന്ന് അങ്ങ് വീക്കാവാൻ തുടങ്ങും. ഹാർട്ട് വീക്കായിട്ട് വലുതാവാൻ തുടങ്ങും. ഹാർട്ടിന്റെ സൈസ് എക്സ്റേ എടുത്ത് നോക്കിയാൽ ഹാർട്ട് വളരെ വലുതായിരിക്കും. എന്നിട്ട് ചൈൽഡ് ഹാർട്ട് ഫെയിലിയറിൽ പോവാം. ഇത് ഈ കാർഡിയോമയോപ്പതി ഇതൊക്കെ കുട്ടികളിലല്ല, അഡൽട്സ്, വലിയ മുതിർന്നവർക്കും ഈ മയോകാർഡൈറ്റിസും കാർഡിയോമയോപ്പതിയും ഒക്കെ വരാം. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് 2 പേർക്ക് വരുന്നു, എല്ലാവർക്കും വരുന്നതാണ്. അപ്പൊ കാർഡിയോമയോപ്പതി ജനിച്ച പിന്നെ വരുന്ന സൂക്കേട്. പിന്നെ അപൂർവമായിട്ട് കാണുന്ന ചില സൂക്കേടുകളാണ് ഈ പെരിക്കാർഡിയം. ഹാർട്ടിന്റെ ഒരു ആവരണമുണ്ട്, ഒരു നല്ലൊരു സാറ്റിൻ തുണി കൊണ്ട് പൊതിഞ്ഞ പോലെയാണ് ഹാർട്ട്. അതിൽ വരുന്ന ഇൻഫെക്ഷൻ പെരിക്കാർഡിയം. അല്ലെങ്കിൽ ഹാർട്ടിന്റെ അകത്തുള്ള വാൽവിൽ തന്നെ ഇൻഫെക്ഷൻ, അണുബാധ വരാം. ഇതൊക്കെ അത്ര കോമൺ അല്ല, അത്ര ഇതായിട്ട് കാണുന്നില്ല. അപ്പൊ ഇത്രയാണ് ഹാർട്ടിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഷാജി, if you want you can ask to ask questions. If they have anything, please let me. They can ask openly. Yeah.
അപ്പോൾ സംശയങ്ങൾ ചോദിക്കേണ്ടവർ പിന്നെ നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് നേരിട്ട് ചോദിക്കാം. നിങ്ങളുടെ സംശയങ്ങൾക്ക് ഡോക്ടർ സഹസ്രനാം ഉത്തരം പറയുന്നതാണ്. സാർ, യു ക്യാൻ സ്റ്റോപ്പ് ഷെയറിംഗ് ദ സ്ക്രീൻ. സാറേ, ഇത്തരം കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു അസുഖം വരാൻ സാധ്യത കൂടുതലുണ്ടോ? ഈ ചെറിയ ബ്ലോക്ക് ഒക്കെ ഉണ്ടാവുന്ന കുട്ടികൾ ഇത്രയും ഫിസിക്കലായിട്ട് അവരൊന്നും സ്പോർട്സ് അതേപോലെ ഒന്നും ചെയ്യുന്നില്ലല്ലോ, ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് കുട്ടികൾ അധികം ഭക്ഷണം കഴിച്ച് കൊഴുപ്പുള്ള ഭക്ഷണം കഴിച്ച് തടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതൽ കാണുന്നുണ്ടോ? അതൊക്കെ ഒരു 30 വയസ്സിന് ശേഷമല്ലേ? നിങ്ങൾ അതാണോ പറയുന്നത്? എന്താ ഹാർട്ട് സുഖം, കൊറോണറി ആർട്ടറി ഡിസീസ് അല്ലേ പറയണം, ഹാർട്ട് അറ്റാക്ക് അങ്ങനത്തെ സുഖമാണോ? അതൊക്കെ 30 വയസ്സ് കഴിഞ്ഞിട്ട് വരാം. 30 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുട്ടിയല്ലല്ലോ, നമ്മൾ അത് അഡൽട്ടായിട്ടാ പരിഗണിക്കുക. അപ്പൊ നമ്മൾ കൊളസ്ട്രോൾ ഉണ്ടോ ഷുഗർ ഉണ്ടോ അതൊക്കെ നോക്കേണ്ടി വരും. എന്നിട്ട് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് ചികിത്സ കൊടുക്കേണ്ടി വരും. സാർ ഇപ്പൊ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ പലരും ഇവിടെ ഹോസ്പിറ്റലിൽ വരുന്നവർക്കറിയാം. ഹാർട്ടിന് നമ്മൾ കുട്ടി ജനിക്കുന്ന ഉടനെ ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞ് 3 മാസം 6 മാസം കഴിയുമ്പം ഒന്ന് ചെക്ക് ചെയ്യും. അതിൽ കുഴപ്പമില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി. പക്ഷെ ഹാർട്ടിൽ എന്തെങ്കിലും ഒരു ദ്വാരം കാണുകയാണെങ്കിൽ, നല്ല ഒരു ശതമാനം കുട്ടികൾക്കും ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾക്കും ഇതുപോലെ ദ്വാരവും മറ്റ് പ്രോബ്ലംസ് കാണാറുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ സാറ് പറയുന്നതനുസരിച്ച് 6 മാസത്തിന് ശേഷമോ 1 കൊല്ലത്തിൽ ആണ്ടിലൊരിക്കലോ നമ്മൾ ചെക്ക് ചെയ്യാൻ പറയും. അതായത് വേറെ ഹാർട്ട് ഫെയിലിയറോ അങ്ങനത്തെ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല, ഈ ദ്വാരം മാത്രമേ ഉള്ളൂ, ഷണ്ട് ലെഫ്റ്റ് റൈറ്റ് ആണ്, കുഴപ്പമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെ വരുമ്പം നിങ്ങൾ അത് മുറ അനുസരിച്ചിട്ട് വന്ന് കാണിക്കണം. കാരണം ചെക്ക് ചെയ്തിട്ട് ഷണ്ടിൽ വല്ല വ്യത്യാസം വരികയാണെങ്കിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് ബുദ്ധിമുട്ടായത് ഓപ്പറേഷൻ ചിലപ്പോൾ നേരത്തെ വേണ്ടി വരും. സാറ് 4-5 വയസ്സാകുമ്പോൾ അടയുവല്ലെന്ന് പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ 4-5 വയസ്സിൽ വന്നിട്ട് അന്നേരം പ്രശ്നമാണ്. ഞാനത് പ്രത്യേകിച്ച് പറയാൻ കാരണം, ഇത് ഡൗൺ സിൻഡ്രോമിന്റെ പരിപാടി തുടങ്ങിയ സമയത്ത് 2000-ലാണ് തുടങ്ങിയത്. 2004-ൽ 2005-ലോ ഇതുപോലൊരു കുട്ടി വന്നിരുന്നു. ആദ്യം തുടക്കം മുതലേ വരുന്നൊരു കുട്ടി, അതിന് ഹാർട്ടിലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഓപ്പറേഷൻ വേണ്ടി വന്നതായിരുന്നു, വേണമെന്ന് പറഞ്ഞു. അപ്പൊ ആരോ പറഞ്ഞു കൊടുത്ത് ഇത് ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടിയല്ലേ, അതിന് ഒന്നും ചെയ്യണ്ട. അന്നത്തെ ഒരു ചിന്താഗതി അങ്ങനെയായിരുന്നു, ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടിയുടെ ഓപ്പറേഷൻ ചെയ്യേണ്ടെന്ന്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 2004-2005 ആയപ്പം കുട്ടിക്ക് ഷണ്ട് റിവേഴ്സൽ വന്നു, ഹാർട്ട് ഫെയിലിയർ വന്നു, കുട്ടിക്ക് ശ്വാസം വിടാൻ പ്രയാസമായിട്ട് വന്നു. അങ്ങനെ ബേബിയിലെ അഡ്മിറ്റ് ചെയ്തപ്പോൾ ആ കുട്ടിയുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് അപ്പോഴത്തേക്ക് ഓപ്പറേഷൻ ചെയ്യാനുള്ള സമയമെല്ലാം കഴിഞ്ഞു. മരുന്നുകൾ നമ്മൾ കൊടുക്കുന്നല്ലാതെ വലിയൊരു ഇമ്പ്രൂവ്മെന്റ് ഇല്ല. വേണ്ടാന്ന് പറഞ്ഞ അച്ഛൻ വന്ന് പറഞ്ഞു, സാറേ എത്ര പൈസ വേണേലും ഞാൻ ചെലവാക്കാൻ തയ്യാറാണ്, എനിക്കിത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല ഈ കുട്ടിയുടെ അവസ്ഥ, അതുകൊണ്ട് സാറേ എങ്ങനെയും ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ട സമയം കഴിഞ്ഞ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. അധികം താമസിക്കാതെ കുട്ടി മരണപ്പെടുകയുണ്ടായിരുന്നു. അതേസമയത്ത് റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്തിരുന്നെങ്കിൽ, ഒരു പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വന്നിരുന്ന് നോക്കിയിട്ട് ഇത് വലുതാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ അന്നേരം ചെയ്തിരുന്നെങ്കിൽ കുട്ടി ഇത്രയും കഷ്ടപ്പാട് അനുഭവിക്കാതിരുന്നേനെ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് സ്ട്രെസ് ചെയ്ത് പറയുന്നത്. സാറ് പറയുന്നതനുസരിച്ചിട്ട് നിങ്ങൾ ഇടയ്ക്ക് വന്നിട്ട് ചെയ്യാൻ പറയുമ്പം എക്കോ ചെയ്യണം എന്നുള്ളൊരു കാര്യം സ്ട്രെസ് ചെയ്ത് പറയുന്നത് കൊണ്ടാണ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ഇതില് വേറൊരു കാര്യം ഓർക്കേണ്ടത്, ഈ ചെറിയ കുട്ടികൾക്ക് ഹാർട്ട് ഫെയിലിയറിന്റെ സിംറ്റംസ് ഞാൻ പറഞ്ഞത്, നെറ്റി വയക്കുക, ശ്വാസമുട്ടൽ പോലെ, പാല് കുടിക്കുമ്പോൾ ശ്വാസമുട്ടൽ പോലെ തോന്നുക എന്നൊക്കെ ഉണ്ടെങ്കിൽ ഹാർട്ട് ഫെയിലിയറിന്റെ സയൻസ് ആണെങ്കിൽ മിക്കവാറും നേരത്തെ സർജറി വരും. 4 വയസ്സൊന്നും അല്ല, ചിലപ്പോൾ 6 മാസം അല്ലെങ്കിൽ 1 കൊല്ലത്തിനുള്ളിലൊക്കെ സർജറി ചെയ്യേണ്ടി വരാം. അപ്പൊ അത് നമ്മൾ ഡോക്ടർ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഡൗൺ സിൻഡ്രോം കുട്ടിയാന്ന് വെച്ചിട്ട് സർജറി ചെയ്യാതെ ഇരിക്കരുത്, ഒരിക്കലും അത് ചെയ്യരുത്. പിന്നെ ഇത് ഞാൻ ഡൗൺ സിൻഡ്രോമിനെ പറ്റിയിട്ട് പറഞ്ഞാലും ഇത് ബാക്കിയുള്ള കുട്ടികൾക്കും ബാധകമാണ്. ഏത് കുട്ടിക്കും, നോർമൽ കുട്ടിക്കും ഈ സിംറ്റംസ് ഉണ്ടെങ്കിൽ ബാധകമാണ്. രണ്ടാമത്തത്, എല്ലാ കുട്ടികൾക്കും സമയത്തിനനുസരിച്ച് നിങ്ങൾ ഇമ്മ്യൂണൈസേഷൻ കുത്തിവെപ്പ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഈ കുത്തിവെപ്പ് എങ്ങനെയാ ചെയ്യുക, അത് ചെയ്യാതിരിക്കുക, അത് വേണ്ട, അവര് ചെയ്തില്ല, അടുത്ത വീട്ടുകാർ ചെയ്തില്ല, അങ്ങനെ ഒന്നും വിചാരിക്കും. കുത്തിവെപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ആ ഡിപ്തീരിയ ഒക്കെ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആണ്, അത് ശ്രദ്ധിക്കും. വേറെ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഹലോ സാറേ, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പറയൂ.
മോനെ 4 വയസ്സായതാ. ഇപ്പൊ സാർ ഇപ്പൊ ഡിപ്തീരിയയുടെ ഇഞ്ചക്ഷൻ പറഞ്ഞല്ലോ, അത് ഏത് ഏജിലാ എടുക്കേണ്ടത്? ഷാജി, would you answer that properly? അതെ അതെ, അത് സാധാരണ 3 ഡോസ് DPT എന്ന് പറയും. ഇപ്പൊ പെൻഡാവാക്ക കൊടുക്കുന്നത് 1.5 മാസം, 2.5 മാസം, 3.5 മാസം എന്ന 3 ഡോസിലാണ് 1 വയസ്സിന് താഴെ ചെയ്യുന്നത്. പിന്നെ അതിന്റെ ഒരു ബൂസ്റ്റർ 1.5 വയസ്സിൽ ചെയ്യും. പിന്നെ അടുത്ത ബൂസ്റ്റർ 4 വയസ്സിനും 5 വയസ്സിനും ഇടയ്ക്കാണ്. അങ്ങനെ മൊത്തത്തിൽ 3, 2, 5 ഡോസ് ഇതിന്റെ ബൂസ്റ്റർ ഡോസ് അടക്കം ചെയ്യുന്നതാണ്. ആ കാലഘട്ടത്തിലാണത് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ ഹെൽത്ത് കാർഡ് പ്രകാരം നമ്മൾ ചെയ്ത് പോയത് ആണെങ്കിൽ അതിലുണ്ടാവും. ആണെങ്കിൽ അതിനകത്ത് ഡിഫ്തീരിയയുടെ ഉണ്ട്. ആ കാർഡ് പ്രകാരം റെഗുലർ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, അതിനകത്ത് അത് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ സർ, താങ്ക് യു സർ, താങ്ക് യു. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും നിങ്ങൾ സ്വയം അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. സാറ് പടമൊക്കെ വരച്ച് കാണിച്ചുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് സംശയങ്ങളില്ല. ഒരു സംശയമുണ്ട്. പറയൂ. ചെറുപ്പത്തില് വേറെ ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിലും പിന്നെ ഒരു ആദ്യമൊക്കെ, ഇപ്പൊ എന്റെ മകനിപ്പോ 6 മാസമായത്, ഇപ്പൊ ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ലെങ്കിലും പിന്നീടും 5 വയസ്സിന് ശേഷമൊക്കെ അസുഖം വരാൻ സാധ്യതയുണ്ടോ? അല്ല, സിംറ്റംസ് കാണിക്കുന്നില്ല എന്ന് വെച്ച് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതിനാണ് സാധാരണ ചെക്കപ്പിന് വന്നു കഴിഞ്ഞാൽ ഡോക്ടർ ഷാജി ഇവരെല്ലാരും അയക്കാറുണ്ട്. എന്റെ ആദ്യമായിട്ട് കാണുമ്പോൾ സ്റ്റെത്ത് വെച്ച് നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല, പരിശോധിച്ചിട്ടൊന്നും കാണുന്നില്ലെങ്കിൽ പോലും ഒരു എക്കോ ചെയ്തിട്ടേ കുട്ടീനെ വിടുള്ളൂ. കാരണം എക്കോയില് നമുക്ക് എന്തൊക്കെയുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. അതിലും ഇല്ല എന്ന് വെച്ചാൽ പിന്നെ പ്രശ്നം ഉണ്ടാവാൻ സാധ്യത കുറവ്. ജന്മനാലുള്ള അസുഖങ്ങൾ, ജന്മനാലുള്ളത് മാത്രം. ശരി, എക്കോലോ ഓക്കെയാണ്. അപ്പൊ പിന്നെ പിന്നീട് എക്കോ നോർമൽ എന്ന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജനിക്കുമ്പോ പ്രശ്നം ഇല്ലാതാക്കാം. പക്ഷെ സൂക്ഷിച്ചില്ലെങ്കിൽ ബാക്കിയുള്ള അസുഖങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഡിഫ്തീരിയാവും, മറ്റേ റൂമാറ്റിക് ഫീവർ, അതൊക്കെ കുട്ടി വലുതാവുമ്പോൾ വരാൻ സാധ്യതയുണ്ട്. അതിന് നമ്മൾ എല്ലാ കുട്ടികളെയും പോലെ ഈ കുട്ടികളെയും സൂക്ഷിക്കണം, അത്രയും.